ആക്ച്വലി അത് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഹാരിക മാമിന്റെ ക്ലാസ് സ്റ്റാർട്ടിങ് ഹാരിക മാമിന്റെ ക്ലാസ് തുടങ്ങിയിട്ട് പിന്നെ ലാസ്റ്റ് അത് ആരിഫ് സാറിന്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും നമ്മളെ സീസൺഡ് ആക്കും. അതായത് ശരിക്ക് ആരും നമ്മൾ പോലും അറിയാതെ എലൈറ്റ് നമ്മളതിനെ അതിലേക്ക് ആ ട്രാക്കിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് ഞാൻ പോലും അറിയാതെ സംഭവിച്ചതാണ്. ഞാൻ പോലും എനിക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇത്രയും ഗ്യാപ്പിന് ശേഷം ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാ അത് എത്തിക്കുക. ഹായ്, എല്ലാവർക്കും എലൈറ്റ് എക്സ്പെർട്ടൈസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഓപ്പറയുടെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ളത് അനിലാണ്. കൺഗ്രാറ്റുലേഷൻസ് അനിൽ. ഒരുപാട് സന്തോഷം അനിലിന്റെ ഈ സക്സസിൽ ഞങ്ങൾക്ക് ഒരു ഭാഗമാവാൻ പറ്റിയതില്. അനിൽ എന്ത് ഫീൽ ചെയ്യുന്നു? എങ്ങനെയുണ്ട്? അശോ, എനിക്ക് ഭയങ്കര ഓവർവെൽമിംഗ് ആണ്. കാരണം ഞാൻ 2007 ബാച്ച് ഔട്ടാണ്, ബാച്ചലർ ഓഫ് ഫാർമസി നാട്ടിൽ നിന്ന്. പക്ഷെ അത് കഴിഞ്ഞിട്ട് 19 വർഷത്തിന് ശേഷമാണ് ഏത് കൈൻഡ് ഓഫ് എനി എക്സാംസും ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് ഇവിടുന്ന് നമ്മുടെ എലൈറ്റ് എക്സ്പെർട്ടൈസ് ഞാൻ വിചാരിക്കുന്നത് ഒരു ഗോഡ് സെന്റ് എന്നാണ് വിചാരിക്കുന്നത്. അത് ഫസ്റ്റ് പ്രോമിസ് ആദ്യം എല്ലാവരുടെയും പോലെ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷേ സാറിന്റെ സജഷനും പിന്നെ ഏറ്റവും വലിയൊരു എനിക്ക് ഫസ്റ്റ് ഗ്യാരണ്ടി എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ ഫ്രണ്ട്സ് ചെയ്തതും എലൈറ്റ് വഴിയായിരുന്നു. പ്ലസ് ഒരു ഏറ്റവും വലിയ ഗ്യാരണ്ടി എനിക്ക് ഫീൽ ചെയ്തത് എക്സാം പാസ്സാവുന്നവരെ നമ്മളെ വിടില്ല, നമ്മളെ അങ്ങനെ ഒരു അപ്പൊ അത്രയും കോൺഫിഡൻസ് ഉള്ളത് കാരണം. അപ്പോ ഞാൻ അതില് ജോയിൻ ചെയ്തത് എനിക്ക് ഇത്രയും ഒരു പ്ലസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോ എന്നെ സംബന്ധിച്ച് ഇത്രയും ഒരു 19 വർഷത്തെ ഗ്യാപ്പില് ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ ഫാർമസ്യൂട്ടിക്കൽ സെയിൽസിലാണ് വർക്ക് ചെയ്തത്. ഞാൻ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടേ ഇല്ല. അപ്പോ എനിക്കിന്നാ എന്റെ ഫാർമസിസ്റ്റ് പ്രൊഫഷനിലേക്ക് തിരിച്ചു വരാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ മിഡിൽ ഈസ്റ്റിലാണ് ഉള്ളത്. പക്ഷെ എന്നിരുന്നാലും കുറച്ചും കൂടിയും ഇവിടെ കുറച്ച് ഇപ്പോ നിലവിലെ സാഹചര്യം അത്ര ഫേവറബിൾ അല്ല ഫിനാൻഷ്യലിയും സാലറി വൈസും ഒക്കെ ഫാർമസിസ്റ്റ്. അൺലെസ് ഒരു അത്രയും സൂപ്പർ സീനിയർ പോസ്റ്റിലൊക്കെ എത്തണം. അപ്പോ എന്തായാലും ഇവിടെ ആരിഫ് സാറും ഹരിക മിസ്സിന്റെയും ക്ലാസ്സുകളും അതുപോലെ അവരുടെ ഓരോ ഗൈഡൻസും അതൊരു ജെംസ് പോലെയാണ്. ഓരോ വേർഡ്സും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും ഒക്കെ. അപ്പോ എല്ലാം എല്ലാം അവര് പറയുന്നതെല്ലാം ഫോളോ ചെയ്ത് നോട്ട് ചെയ്ത് അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം എൻറോൾ ചെയ്തതാണ്. പക്ഷേ നിലവില് ഞാനിപ്പോ കഴിഞ്ഞ 3 മാസം കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തെടുത്തത് സത്യം പറഞ്ഞ. ബി-ഫാം ബാച്ചലർ ഓഫ് ഫാർമസി ആണ്. ഞാൻ കോയമ്പത്തൂരാ പഠിച്ചത്, MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റി, രാമകൃഷ്ണ. എന്തുകൊണ്ടാ ഓസ്ട്രേലിയ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? കാരണം അവിടെ കുറച്ചും കൂടി ഞാൻ അറിഞ്ഞത് എന്റെ ഫ്രണ്ട്സ് അവിടെ ഇതേപോലെ ഇവിടെ വർക്ക് ചെയ്തിരുന്ന ഫാർമസിസ്റ്റുകൾ കുറച്ച് ആൾക്കാര് അവിടെ പോയിട്ടുണ്ട്. അപ്പൊ അവരും ഈ എലൈറ്റ് ത്രൂ ആണ് പോയത്. അപ്പൊ അവരുടെ ഒരു ഫീഡ്ബാക്ക് ആണ്. അപ്പൊ അതുകൊണ്ടാണ് അതെ. പിന്നെ ബെറ്റർ ലൈഫ്, ബെറ്റർ സാഹചര്യങ്ങള് അങ്ങനെയും കൂടി വിചാരിച്ചിട്ടാണ്. കാരണം ഞാൻ ഇവിടെ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോ കുറച്ചധികമായി, ഇപ്പൊ ഒരു 10 വർഷത്തിന്റെ മുകളിലായി. പക്ഷെ ഇവിടെ എനിക്ക് കുറച്ച് എന്താ പറയാ വർക്ക് ലൈഫ് എന്നുള്ളത് പൊതുവെ കുറവാണ്. വർക്ക് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്നൊരു മോചനം പ്ലസ് നമ്മുടെ പ്രൊഫഷൻ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചൂസ് ചെയ്തത്. ശരി. അപ്പൊ എപ്പോഴായിരിക്കും ഈ ഒരു ഓപ്പറയ്ക്ക് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും? എത്ര നാൾ എടുത്തു ഈ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്? ഞാന് സത്യം പറഞ്ഞ 2025 ഏപ്രിലാണ് എൻറോൾ ചെയ്തത്. പക്ഷേ ഞാന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ കഴിഞ്ഞ 3 മാസം, കറക്റ്റ് 3 മാസം ഇല്ലേ, ഒരു 2.25 മാസം.
ഓക്കെ. അത്രേ ആയിട്ടുള്ളൂ. പക്ഷെ എക്സാമിന്റെ ഒരു ലാസ്റ്റ് ഒരു 13 days മുന്നേ ആയിട്ട് എനിക്ക് ലീവ് കിട്ടിയത്. അപ്പൊ 13 days നല്ലപോലെ പഠിച്ചു, നോട്ടും ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തത്. വളരെ ഇതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് തന്നെ ചെയ്തു. ഓക്കെ. ആ അപ്പൊ ഈ എത്ര അവേഴ്സ് ഇതിന് വേണ്ടിയിട്ട് ഡെയിലി ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും? ഇപ്പോ ഞാനിപ്പോ ഡ്രൈവ് ചെയ്യുമ്പോ പോലും, ഞാൻ സെയിൽസിലാണ്, അപ്പോ ഡ്രൈവ് ചെയ്യുമ്പോ പോലും എപ്പോഴും എന്തെങ്കിലും ഫോക്കസ് പോവാതെ ആണെങ്കിലും ചെയ്യുമായിരുന്നു. അതുപോലെ ഓൺ ആൻഡ് ആവറേജ് ഞാൻ ഒരു ഡെയിലി ഒരു 6 hours വെച്ചിട്ട് ഞാൻ ഏറ്റവും കുറഞ്ഞത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഒരു 6 to 7 hours വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് ഒരു 13 days പ്യുവർലി ഇതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യായിരുന്നു. മോർണിംഗ് ടൈം, മോർണിംഗ് 3:30 മുതൽ അങ്ങനെ ഇരിക്കും. ശരി. അപ്പോ ഈ ക്ലാസ്സസ് വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, അതോ റെക്കോർഡിങ്സ് കാണാറുണ്ടോ, എങ്ങനെയായിരുന്നു? ആക്ച്വലി ആദ്യമൊക്കെ ഞാന് ഈ ശരിക്കും പറഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ ലൈവ് ഒന്നും കണ്ടിട്ടില്ല. അവസാനം ഞാൻ അത് ഇങ്ങനെ അവരുടെ ഒപ്പം ഓടിയെത്തുക ചെയ്തത്. ആരിഫ് സാറിന്റെ ആരിക മാമിന്റെ ഒപ്പം ലൈവ് ക്ലാസ്സിലേക്ക് അത് ഓടിയെത്തുമ്പോ ലാസ്റ്റത്തെ ഒരു 13 days ആയി. അപ്പൊ എലൈറ്റിനെ പറ്റി എങ്ങനെയായിരുന്നു അറിഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും എലൈറ്റ് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്താ? എലൈറ്റ് ചൂസ് ചെയ്യാൻ എന്റെ ഇവിടുത്തെ ഫ്രണ്ട്സ് തന്നെ, അവര് ഓൾറെഡി എലൈറ്റ് വഴിയാണ് ഇപ്പോ ഇത് ചെയ്തതൊക്കെ. അപ്പൊ ഞാനും കുറച്ചിങ്ങനെ അന്വേഷിച്ചിരുന്നു നാട്ടിലും ഇവിടത്തെയൊക്കെ. പക്ഷെ എനിക്ക് കുറച്ചും കൂടിയും ഒരു ഒതന്റിസിറ്റി എനിക്ക് ഫീൽ ചെയ്തത് ഇവിടെയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്യാരണ്ടി, അതായത് നമ്മള് എക്സാം കഴിഞ്ഞ വൺ ടൈം എക്സാമിന്റെ ടൈം ഇത് കഴിഞ്ഞ വിടുകയല്ല, നമ്മളെ ജയിപ്പിക്കുന്നവരെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം. അപ്പൊ ഇവിടെ ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതിൽ ഏറ്റവും യൂസ്ഫുൾ ആയി തോന്നിയത് എന്തായിരുന്നു? റിസോഴ്സസിലാണെങ്കിൽ പോലും എനിക്ക് സത്യം പറഞ്ഞ റെക്കോർഡിംഗ് ക്ലാസ്സുകൾ തന്നെയാണ് മെയിൻ ആയിട്ട് ഞാൻ ചെയ്തത്. പിന്നെ ഹാൻഡ് ഔട്ടുകളെല്ലാം ഞാൻ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ എന്തെങ്കിലും ഒരു അഥവാ എന്തെങ്കിലും ഡൗട്ടുകൾ വന്നാൽ പോലും ഞാൻ അതില് ജസ്റ്റ് നോക്കുമായിരുന്നു, അങ്ങനെ ചെയ്തത്. പിന്നെ ആക്ച്വലി അത് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഹാരിക മാമിന്റെ ക്ലാസ് സ്റ്റാർട്ടിങ് ഹാരിക മാമിന്റെ ക്ലാസ് തുടങ്ങിയിട്ട് പിന്നെ ലാസ്റ്റ് അത് ആരിഫ് സാറിന്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും നമ്മളെ സീസൺഡ് ആക്കും. അതായത് ശരിക്ക് ആരും നമ്മൾ പോലും അറിയാതെ എലൈറ്റ് നമ്മളെ അതിലേക്ക് ആ ട്രാക്കിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് ഞാൻ പോലും അറിയാതെ സംഭവിച്ചതാണ്. ഞാൻ പോലും എനിക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇത്രയും ഗ്യാപ്പിന് ശേഷം ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാ അത് എത്തിക്കുക. എത്ര വർഷമായിട്ടുണ്ടാവും? എത്ര ഗ്യാപ്പ് ഉണ്ട് ആക്ച്വലി? 19 വർഷം. 19 വർഷം. ഏത് സബ്ജക്റ്റ് ആയിരുന്നു അപ്പൊ ഇപ്പൊ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും, കുറച്ച് ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവുന്ന സബ്ജക്ട് ഉണ്ടോ? ചലഞ്ചിങ് ആയിട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാം ചലഞ്ചിങ് ആയിരുന്നു. കാരണം പ്യുവർലി എനിക്കൊരു ഡ്രഗിന്റെ പേര് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഇൻഫാക്ട് ഞാനിപ്പോ ഇവിടെ ഫാർമസി സെയിൽസിലായതുകൊണ്ട് അതിലുള്ള കുറച്ച് ആന്റിബയോട്ടിക്സ് കുറച്ച് അറിയാം, അതിന്റെ കുറച്ച് അറിയാം എന്നല്ലാതെ ഇപ്പൊ ഈവൻ ഒരു ഒരു ഡ്രഗിന്റെ കാര്യങ്ങളും എനിക്ക് ഒന്നും എല്ലാം മറന്നുപോയി പഠിച്ചത്, കാൽക്കുലേഷൻസും ഡോസേജും എല്ലാം. അപ്പൊ എല്ലാം ഈക്വലി ഞാനൊരു സ്ക്രാച്ച് നിന്നാണ് നമ്മളിതൊന്നും തുടങ്ങിയത്. ലാംഗ്വേജ് ഇഷ്യൂ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, ലാംഗ്വേജ് ഇഷ്യൂ ഒന്നും ഒരിക്കലും വന്നിട്ടില്ല. കാരണം ഇപ്പോ എലൈറ്റ് ടോട്ടൽ ടീമിന്റെ തന്നെ നോക്കിയാലും, അല്ലെങ്കിൽ ആരിഫ് സാറോ അല്ലെങ്കിൽ ആരിക മിസ്സോ ആരുടെ സൈഡിൽ നിന്നാണെങ്കിലും നമ്മൾ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ സൈഡിൽ നിന്ന് ഫുൾ സപ്പോർട്ടായിരുന്നു. എന്ത് നമുക്കൊരു റിക്വയർമെന്റ് എന്ത് കാര്യമാണെങ്കിലും അപ്പോ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു അവിടെ നിന്ന് ഉണ്ടായിരുന്നത്. എന്ത് കാര്യം സോൾവ് ചെയ്യാനോ മേ ബി എന്ത് കാര്യത്തിനും അത്രയും ഞാന് ഡിവൈൻ ആയിട്ട് ഞാനിപ്പോ എനിക്ക് ട്രീറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഓർഗനൈസേഷനിൽ എനിക്ക് പഠിക്കാൻ പറ്റിയല്ലോ എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു ഭാഗ്യം. ഒത്തിരി സന്തോഷം. നമുക്കും ഇപ്പൊ മോക്സ് റിവിഷൻ ആ ടൈമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് മോക്സ് ഒക്കെ ഒത്തിരി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? ആക്ച്വലി ഞാന്
മോക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഞാൻ ഏകദേശം ഒന്ന് കാൽക്കുലേഷൻ ഞാൻ ഒന്ന് എടുത്തു നോക്കി. അപ്പൊ ഏകദേശം ഞാനൊരു അത്ര തന്നെ ഒരു 10,000-15,000 ഒക്കെ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും ഓരോ ക്വസ്റ്റ്യൻ വൈസ് പറയുമ്പോ. ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെയാണോ വന്നത്? ഓൾമോസ്റ്റ് ഒരു മേജർ ഒരു ഔട്ട് ഓഫ് 100 മേ ബി ഒരു 95 ആൻഡ് എബോ ഇവിടത്തെ ക്ലാസ്സിലത്തെ തന്നെയാ വന്നത്. അപ്പൊ ആകെ നമുക്ക് നമ്മളായിട്ട് ഒരു പേഴ്സണലി നമ്മള് എലൈറ്റിന്റെ ജസ്റ്റ് അതില് ബാക്കിയെല്ലാം അവര് നോക്കിക്കോളും. ആരിഫ് സാറും ഹരിക മാമും നോക്കിക്കോളും. നമ്മളെ തന്നെ എലൈറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. അവര് നമ്മളെ ബിൽഡ് ചെയ്ത് തരും നമ്മളുടെ കയ്യില്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്റെ കാര്യത്തില്. ഇന്ന് ഞാൻ ഈ സക്സസ് ഞാൻ എൻജോയ് ചെയ്യുമ്പോ അത് പ്യുവർലി എലൈറ്റിന്റെ ക്രെഡിറ്റ് ആണ്. എഫേർട്സും ഉണ്ട്. ഈ പറഞ്ഞ പോലെ വെളുപ്പിനെ 3 മണിക്കൊക്കെ എഴുന്നേറ്റ് അങ്ങനെ പഠിക്കുക എന്നുള്ളതിന്റെ അതും വലിയൊരു കാര്യമാണ്. എല്ലാരും ഇപ്പൊ അതുപോലെ പ്രിപ്പയർ ചെയ്യണം എന്നില്ല. പിന്നെ എല്ലാവരുടെയും പ്രിപ്പറേഷൻ ടൈമും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഉറപ്പായും അനിലിന്റെ എഫേർട്ടും ഇതിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾക്ക് ഓപ്പറയുടെ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗൈഡൻസ് കിട്ടിയത് കൊണ്ടാണ് ഞാനിപ്പോ ഓപ്പറയെ പാസ്, അല്ലെ എന്തെങ്കിലും ഒരു വഴിത്തിരിവ് ഈ പാത്വേയിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? എനിക്ക് സെൽഫ് കോൺഫിഡൻസ്, അതായത് ഒരു പ്രൊഫഷനിലേക്ക് വരുമ്പോ, അതായത് ഞാൻ ഒരു 0 തുടങ്ങിയിട്ട് ഈ ഒരു മൊമെന്റിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരു ഫാർമസിസ്റ്റ് എന്റെ പ്രൊഫഷൻ എനിക്ക് തിരിച്ചു കിട്ടിയപ്പോ ഉള്ള ഒരു കോൺഫിഡൻസ് ലെവൽ എന്നുള്ളത് ഈ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ് അത്. അതെ, കാരണം ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാൻ ട്രൈ ചെയ്തിരുന്നു. ഈവൻ നാട്ടിലോ അല്ലെങ്കിൽ ഇവിടെ മിഡിൽ ഈസ്റ്റിലോ പോലോ ട്രൈ ചെയ്തിരുന്നു. അപ്പൊ ഇവിടെ പല ഒബ്സ്റ്റക്കിൾസാ. ഒന്നില്ല വെച്ചിങ്ങനെ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ സാലറി ഇല്ല, കുറെ ബുദ്ധിമുട്ടുകൾ. അപ്പൊ ഇന്റേൺ ആയിട്ട് പോലും ജോലി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ട്. ആക്ച്വലി അത് റിയാലിറ്റിയാണ്. എക്സാം ഞാൻ ഇവിടെ ഖത്തറിലാ ചെയ്തത്. അപ്പൊ ഇവിടെ നല്ലൊരു അപ്പൊ ഇവിടെ 7 ആൾക്കാരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിലിപ്പോ എക്സാമില് എനിക്ക് ഒരു 4 ക്വസ്റ്റ്യൻസ് ആണ് സത്യം പറഞ്ഞ കുറച്ച് ഡിഫിക്കൽറ്റി തോന്നിയുള്ളൂ. ആകെ 4 എണ്ണം സത്യം പറഞ്ഞ. ബാക്കിയുള്ളതൊക്കെ അത് എനിക്ക് ഹാരിക മിസ്സും ആരിഫ് സാറും ഇങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു. ഡോൺ വെറി, നിങ്ങള് അത് പ്രാക്ടീസ് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ഇപ്പൊ മെമ്മറിയിൽ വന്നില്ല വെച്ചെങ്കിൽ പോലും ആ ടൈമിൽ അത് നിങ്ങളുടെ ബ്രെയിനിൽ അത് വരും. ആകെ കൂടിയിട്ട് നിങ്ങൾ നല്ല സ്ലീപ്പാണ് കൊടുക്കേണ്ടത് ബ്രെയിനിന്, നല്ല സ്ലീപ്പാ കൊടുക്കേണ്ടത്, ബാക്കിയെല്ലാം വരും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതില് ഞാൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്തത്. പിന്നെ ഞാൻ ഇവിടെ ഫാമിലി ആയിട്ടാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു പ്രാക്ടീസ് ചെയ്യാനൊക്കെ. അപ്പൊ ആസ് എ ഫാദർ മനസ്സിലാവും. പിന്നെ ഇപ്പോ ഓപ്ര ചൂസ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് അല്ലെങ്കിൽ ഭാവിയിൽ ഓപ്ര എഴുതുന്നവർക്ക് ഒരു ടിപ്പ് എന്ന് കൊടുക്കാനുണ്ടെങ്കിൽ എന്തായിരിക്കും അനിൽ പറയാ? ഇപ്പോ ഞാന് സത്യം പറഞ്ഞ ഒരു കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അതായത് അവിടെ സാറും മാമും നമുക്ക് നോട്ട് തരുമ്പോ തന്നെ, അവര് ക്ലാസ് എടുക്കുമ്പോ തന്നെ ഞാൻ അത് ചെറിയ പോയിന്റ്സ് ആയിട്ട് ഞാൻ നോട്ട് ചെയ്യുമായിരുന്നു. പക്ഷെ ഈ നോട്ട്സ് എനിക്ക് ലാസ്റ്റത്തെ ഒരു 13 ഡേയ്സിലേക്ക് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം അത് ഇപ്പോഴും എനിക്ക് ബൈബിൾ ആണ്. ഇപ്പൊ അത് ആ ബുക്ക് ഞാൻ ഇനി ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. അപ്പോ എനിക്ക് കൊടുക്കാനുള്ള ടിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, നമ്മള് എത്ര കോൺഫിഡൻസ് ഇല്ലെങ്കിലും നമ്മളേനെ എലൈറ്റിലേക്ക് കൊടുത്താൽ മതി. അവര് നമ്മളെ സീസൺ ചെയ്ത് നമ്മളേനെ ബിൽഡ് ചെയ്തിട്ട് തരും. അത് ഷുവറാണ്. കാരണം എനിക്ക് 43 ഇയേഴ്സ് ഓൾഡില് ഇത്രയും ഏജില് ഈ 19 വയസ്സിന്റെ ഗ്യാപ്പ്, 19 വർഷത്തിന്റെ ഗ്യാപ്പില് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിച്ചെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഒരുപാട് ആൾക്കാർക്ക് അത് ഒക്കെ കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കാം. ഒരുപാട് പേർ അതെ ഉറപ്പാ. എല്ലാരും ഗ്യാപ്പ് ഉള്ളത് കാരണം ചിലര്
മടി കാണിക്കുന്നുണ്ടാവും, എന്നെ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് കഴിയുമോ ഇത് എക്സാം എഴുതാൻ എന്നുള്ളത്. അപ്പൊ അവർക്ക് അതെ. ഉറപ്പായും വലിയൊരു ഇൻസ്പിരേഷൻ ആണ് അനു. താങ്ക് യു. പിന്നെ ഓപ്പറയുടെ പ്രിപ്പറേഷൻ ടൈമില് എന്തൊക്കെയായിരിക്കും കോമൺ ആയിട്ട് വരുത്താവുന്ന ഒരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ എന്തൊക്കെ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? കുറച്ച് ഈ ക്ലാസിഫിക്കേഷൻസ് കുറച്ച് ഇപ്പോ ഇത്രയും ഗ്യാപ്പ് ഉള്ള ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഡ്രഗ് ക്ലാസിഫിക്കേഷനും ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. ഇപ്പൊ ഏത് ഡ്രഗ് ഏത് ക്ലാസിഫിക്കേഷനിൽ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ ഒരു ചാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വെക്കുകയാണ് വെച്ചെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ട് വെച്ചെങ്കിൽ നല്ലതായിരിക്കും. അതൊരു അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഈ കാൽക്കുലേഷൻസിന്റെ ഫോർമുലാസ് ഇങ്ങനെ ഒന്ന് ഒരു കണ്ണുകൊണ്ട് നോക്കിയാൽ ഒരു ഇതെല്ലാം കാണുന്ന രീതിയിൽ ഒരു പേപ്പറിൽ അങ്ങനെ എന്തെങ്കിലും നോട്ട് ചെയ്യാൻ പറ്റിയ അത് ബെനിഫിഷ്യൽ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നണത്. ഇപ്പൊ ഓപ്പറയുടെ ഈ ജേർണിനെ ഒരു 3 വേർഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ എന്തായിരിക്കും പറയാനുണ്ടാവുക? 3 വേർഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്യാനാണ് വെച്ചെങ്കിൽ ബെറ്റർ ലൈഫ് വിത്ത് അവർ പ്രൊഫഷൻ. അതെ, പ്രൊഫഷനോട് കൂടി നമ്മൾക്ക് നല്ലൊരു കരിയർ ഉണ്ടാക്കാൻ വളരെ യൂസ്ഫുൾ ആണെന്ന്. അതെ. ഇപ്പൊ എലൈറ്റിനെ പറ്റി ഇപ്പൊ ഒരാളോട് റെഫർ ചെയ്യോ, അല്ലെങ്കിൽ എലൈറ്റിനെ പറ്റി ഒരു ഒപ്പീനിയൻ ആള് വെച്ചാൽ അനിൽ എന്തായിരിക്കും പറയാ? ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യോ? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചെങ്കില് ഞാനും ഇത് എനിക്ക് സജസ്റ്റ് ചെയ്തിട്ട് കിട്ടിയതാണ്. പ്ലസ് എലൈറ്റ് ടീമിന്റെ ആരിഫ് സാറും ഹരിക മാമും എഡ്യൂക്കേറ്റേഴ്സും. പക്ഷെ എന്നാലും ബാക്കിയുള്ള അതിന്റെ ബിഹൈൻഡ് ദ സീൻസിൽ കുറെ ആൾക്കാരുണ്ടല്ലോ എലൈറ്റിൽ. അവരുടെ ടെക്നിക്കൽ ടീംസ് ഒക്കെ ഒരു ഭയങ്കര ആക്റ്റീവാണ്. അപ്പോ എനിക്ക് ഇത് ഓവറോൾ ഏതൊരാളുടെ അടുത്തും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഞാൻ ഇൻഫാക്ട് ഞാൻ കുറെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ ഇതിനെ പറ്റിയിട്ട് ഞാൻ അങ്ങനെ സൂചിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഞാൻ ഇപ്പോ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അപ്പോ അങ്ങനെ ഒരാള് ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ സന്തോഷം. അപ്പൊ എന്തായാലും ഒന്നും കൂടി കൺഗ്രാറ്റുലേഷൻസ്. ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞ പോലെ അനിലിന്റെ ഈ സന്തോഷത്തിൽ നമ്മളൊരു ഭാഗമായതിൽ നമ്മൾക്കും ഒത്തിരി സന്തോഷം. എന്തായാലും ഓൾ ദ ബെസ്റ്റ്, ഫ്യൂച്ചറിലത്തേക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ ചൂസിങ് എലൈറ്റ്. എല്ലാവിധ ആശംസകളും. Thank you very much. Thank you. Have a beautiful day. Bye.